ഇതാണ് സൂറത്ത് മഖാം. ഇതുള്ളത് വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിക്ക് പിറകുവശത്താണ്. സയ്യിദ് കുടുംബത്തിലുള്ള 50-ലധികം ആളുകളാണ് ഈ മഖാമിലും മഖാമിന് പുറകുവശത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരെയാണ് ഇവിടെ മറവ് ചെയ്യാറുള്ളൂ. 200-ലധികം വർഷം പഴക്കമുള്ള മഖാമാണിത്. ഈ മഖാം ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് നവീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 32ാമത്തെ പേരക്കുട്ടിയായ ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് ബിൻ ഹസൻ തങ്ങളും അദ്ദേഹത്തിന്റെ പരമ്പരയുമാണ് അല്ലെങ്കിൽ കുടുംബവുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വെളിയങ്കോട് വന്ന് താമസമാക്കി ജീവിച്ച് വഫാത്തായ ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് വെളിയങ്കോട്ടേക്ക് വന്നത്. അദ്ദേഹം സൂറത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഈ മഖാമിന് സൂറത്ത് മഖാം എന്ന പേര് വന്നത്. സൂറത്തിലെ ഉപ്പാപ്പ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. യമനിലെ ഹദർമൗത്തിൽ നിന്നാണ് അദ്ദേഹം ഗുജറാത്തിലെ സൂറത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരാണ് ഈ മഖാം പരിപാലിച്ചു പോരുന്നത്. ഷെയ്ഖ് ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ ദിവസമാണ് അദ്ദേഹം കേരളത്തിൽ അഥവാ കോഴിക്കോട്ടേക്ക് എത്തിയത്. അവിടെ നിന്ന് വെളിയങ്കോട്ടേക്കും എത്തി. ഈ മഖാമിന് പുറത്തും കുറേയേറെ ഖബറുകളുണ്ട്. അതെല്ലാം സൂറത്ത് സാദാത്യങ്ങളുടേതാണ്. കോഴിക്കോട് ഹസൻ ജിഫ്രി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് നിങ്ങളാരും പരിപാലിക്കരുത്. യമനിൽ നിന്ന് വന്ന ഒരാൾ കാപ്പാട്ട് കടപ്പുറത്ത് ഇറങ്ങും. അദ്ദേഹം വരാതെ തന്റെ മയ്യത്ത് പരിപാലിക്കരുത്. അദ്ദേഹമാണ് തന്റെ മയ്യത്ത് പരിപാലിക്കേണ്ടത്. അങ്ങനെ അന്ന് അവിടെ കൂടിയിരുന്നവരെ അത്ഭുതപ്പെടുത്തി ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടേക്ക് വരികയും ഹസൻ ജിഫ്രി തങ്ങളുടെ ജനാസ പരിപാലിക്കുകയും ചെയ്തു. അതായത് ഹസൻ ജിഫ്രി തങ്ങളുടെ ജനാസ കുളിപ്പിച്ച് മറമാടിയത് ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ആണ് എന്ന്. അദ്ദേഹം കോഴിക്കോട്ടെ കുറ്റിച്ചിറ ഭാഗത്ത് മരണപ്പെട്ട ഫാത്തിമ എന്ന ഒരു സ്ത്രീയെ പേര് ചൊല്ലി വിളിച്ച് പടച്ച റബ്ബിന്റെ അനുമതിയോടെ ജീവിപ്പിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അക്കാലത്ത് വസൂരി വ്യാപിച്ചിരുന്ന സമയത്ത് അറബി അക്ഷരങ്ങൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരു പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു പിടിയുള്ള പലകയിൽ ഒരു കൊടി കെട്ടി വസൂരി വ്യാപിച്ച നാട്ടിലൂടെ അദ്ദേഹം നടക്കാറുണ്ടായിരുന്നു. അതിലൂടെ ആ സ്ഥലങ്ങളിലെ രോഗം ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പഴയ കാലത്ത് പിശാച്ച് ബാധ ഏൽക്കുന്ന ആളുകളെ ഇവിടെയുള്ള കിണറിന്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലയിൽ ഒഴിച്ച് ആ വ്യക്തിയെ ഈ മഖാമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പിശാച്ചിനെ ശരീരത്തിൽ നിന്ന് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു.